അടിയുടെ ഇടിയുടെ അപ്പടിയുടെ അപ്പൂര ബിഗ് ബോസിലേക്ക് അവർക്ക് സാധനം. നെവിൻ ഷാനവാസിനെ കയറി പിടിച്ചോ. ആദിലയും ഷാനവാസും പെട്ടിരിക്കുകയാണ്. കൂടുതൽ ചാനലൊന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ നോമിനേഷനിൽ ഷാനവാസും ആദിലയും ഗുരുതരമായ ഒരു ആരോപണമാണ് നടത്തുന്നത്. ഷാനവാസിനെ ഒരു ദിവസം നെവിൻ കയറി പിടിച്ചെന്നു. ഇതേ നെവിൻ നോമിനേഷനിൽ പറഞ്ഞത്, ഇത്രയും ക്യാമറയുടെ മുന്നിൽ എൻ്റെ വികാരങ്ങൾ കാണിക്കാനുള്ള മണ്ടനല്ല ഞാനെന്നാണ്. എന്തുവാടേ ഇത്? എൻ്റെ ബിഗ് ബോസ് ഇത് എവിടുന്ന് പിടിച്ചോണ്ട് വന്നടേ ഈ സാമാനങ്ങളെയൊക്കെ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇത്രയും ക്യാമറ ഉള്ളിടത്ത് നമ്മൾ ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഒപ്പിയെടുത്ത് അവിടെയുള്ള മത്സരാർത്ഥികളൊന്നും മണ്ടന്മാരും പൊട്ടന്മാരും അല്ല. പിന്നെ നമ്മുടെ കൊച്ചുപിള്ളേരൊക്കെ നേഴ്സറി പിള്ളേർ, ടീച്ചറെ അവൻ എന്നെ പിച്ചി, ഇവൻ എന്നെ മാന്തി, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള. ഒന്ന് തൊട്ട് കഴിഞ്ഞ ഒരാണുങ്ങളെ തൊട്ട് തന്നെ പിന്നെ അവിടെ പീഡിപ്പിച്ചെന്ന് പറയും. നീ അവിടെ പീഡിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ പറയാത്തുള്ളൂ, ബാക്കി എല്ലാ സംഭവങ്ങളുമായി. എന്തുവാണ് ഇത്? തൊട്ടാ അതിന് കുഴപ്പം, ഒന്ന് മാന്തി അതിന് ടാസ്കിനിടയ്ക്ക് ഒന്ന് എന്തെങ്കിലും ഒന്ന് ഇത് ചെയ്താൽ ഇത് ഒന്ന് വീഴാൻ പോയാൽ വേറെ അല്ല, തൊട്ട് പിടിച്ച് മാന്തി. ഈ കൊച്ചു പിള്ളേരും നമ്മളെ ഈ നേഴ്സറിലെ 1ലും 2ലൊക്കെ പഠിക്കുന്ന പിള്ളേർ ടീച്ചറോട് പോയിക്കാൻ പരാതി പറയുന്നത്, അത് നിങ്ങൾ കുഞ്ഞു പിള്ളേരാന്ന് ഓർക്കാം. ഇത് എന്തുവാണ് ഇത്? ബിഗ് ബോസ് എവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നു ഈ സാധനങ്ങളെയൊക്കെ? ഇതുപോലൊരു മോശപ്പെട്ട സീസൺ ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ഇവർക്കൊക്കെ വഴക്കുണ്ടാക്കാനും കുറച്ച് ഈ ടാസ്ക്, എന്ത് ടാസ്ക് കൊടുത്താലും അതെല്ലാം കൊള്ളാക്കും. അത് ബിഗ് ബോസ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മോശമായ സീസണാണ്. അത് പ്രവീണാണ് അത് വെളിപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നില്ല ഷാനവാസിനെ നെവിൻ കയറി പിടിച്ചെന്ന്. ഇത്രയും മണ്ടനൊന്നും അല്ലല്ലോ. എന്ന് വെച്ചാൽ അത്രയും ക്യാമറ ഉള്ള എടുത്ത് നമ്മുടെ വികാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള മണ്ടന്മാരൊന്നും പൊട്ടികളൊന്നും അല്ല അവിടെ പോയവർ. അവർക്ക് നല്ലപോലെ വ്യക്തമായ ധാരണയുള്ളവരാണ്. എന്തായാലും ആദിലയും ഷാനവാസ് പെട്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. മിക്കപ്പോഴും തീരുമാനമാവും. ലാലട്ടമ്മ ഒന്ന് 2 പേരെ ഏറെ കയറ്റാനുള്ള സാധ്യതയുണ്ട്. വെറുതെ എന്തിനാണ് പണ്ടുകാണ്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞ് വഴക്കൊട്ടായി കഴിഞ്ഞപ്പോൾ എടുത്തിടുകയും പോവാം. ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ മോശകരമായ കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ. അതെന്തായാലും ലാലേട്ടൻ അത് ചോദ്യം ചെയ്യാതിരിക്കുകയാണ്. എൻ്റെ കൊച്ചുകൂടെ അവസാനിக்கிறதுக்கு ഷവായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ്. ബൈ ബൈ.